പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശയ്യ 42:7 അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കാനും ജനതയ്ക്ക് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി ഞാൻ നിന്നെ നൽകിയിരിക്കുന്നു. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് ഹൃദയത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ
അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയയുടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കോ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും അൾത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ആ മക്കൾക്ക് വേണ്ടി ഈ ആരാധനാ സമയം പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഈ അൾത്താറിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ നിൽക്കാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സോബി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക സെൻറ്റ് ജോസഫ് ചർച്ച് ചേന്നങ്കരിയാണ്.
ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി 14, 2023 അതിനുശേഷം ഫസ്റ്റ് ഉടമ്പടി കഴിഞ്ഞ് ഞാൻ അമ്മയുടെ സന്നിധി ആൾത്താരയിൽ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയും ഈശോയും എനിക്കെൻ്റെ ജീവിതത്തിലേക്കുള്ള വഴികൾ തുറന്നു തന്നു. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും ദൈവവും ഈശോയെ അത് മനസ്സിലാക്കി എനിക്കത് എൻ്റെ വഴികൾ തുറന്നു തന്നു. ഞാൻ ഫസ്റ്റ് ഫേസ്ബുക്കിലൊരു ലിങ്ക് കണ്ട്, ജർമ്മൻ കോഴ്സിൻ്റെ ഒരു ലിങ്ക് കണ്ട് ജസ്റ്റ് ജോയിൻ ആവുമെന്നൊന്ന് ക്ലിക്ക് ചെയ്തു. അവർ എന്നെ അവിടുന്ന് കോണ്ടാക്റ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഒരാളെ ഫേസ് ചെയ്ത് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. അത് കാരണം ആണ് OET അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നത്. പക്ഷേ എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ എനിക്ക് എന്തോ ഒരു ധൈര്യം തന്നതുപോലെ ആയിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ വഴി അമ്മ ഓപ്പൺ ആക്കി തന്നു. ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. A1 അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ ഒരു ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. എന്നാലും എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളെന്നെ എപ്പോഴും, എനിക്ക് മാതാവായിട്ട് തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവളെന്നെ എപ്പോഴും ഞാൻ പുറകോട്ട് പോകുമ്പോഴും അവളെന്തോട് പറയും, അല്ല ഇത് നമുക്കിത്ര ഏജ് ലിമിറ്റായി, ഇതെൻ്റെ ലാസ്റ്റ് വഴിയാണ്, ഇത് നീ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നിങ്ങനെ എപ്പോഴും എന്നോട് പറഞ്ഞ് ഒരു വിധത്തിലൊക്കെ A1 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്തു, പാസ്സായി. അത് കഴിഞ്ഞ് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം തന്നെയായിരുന്നു. A2 കയറി. ക്ലാസ്സുകളൊക്കെ വീട്ടിൽ ഞാനും എൻ്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് പുറത്തായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സൊക്കെ എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനോ ഓൺലൈനായിട്ടാണ് കൂടിയത്. എന്നാലും അതിലേക്ക് കൂടുതൽ എഫോർട്ട് ഇടാനൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്നാലും എക്സാമിൻ്റെ ടൈം ആവുമ്പം ലാസ്റ്റത്തെ ഒരു 10-20 ദിവസം മാതാവ് എന്നെ സഹായിക്കുമായിരുന്നു. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ഒരു വഴി എനിക്ക് തുറന്നു തരുമായിരുന്നു. അങ്ങനെ ഞാൻ A2 കഴിഞ്ഞു, B1 കഴിഞ്ഞു. പിന്നെ B2 പ്രവേശിച്ചു. B2 പ്രവേശിച്ച് അത്യാവശ്യം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിക്കൻ ബോക്സ് ആയി. എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് ഒരു തടസ്സമാണോ എന്താണെന്ന് ചിന്തിച്ചു വന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കഴിയട്ടെ, ശേഷം നോക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് അവൾ തന്നെ, എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നില്ല, ഇത് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പ്രിപ്പറേഷൻ ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, നീ അല്ലാതെ ഇപ്പം കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നീ കുറച്ച് എഫോർട്ട് ഇട്. അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ എക്സാമിനുള്ള പ്രിപ്പറേഷനിലേക്കൊക്കെ കയറി എങ്ങനെയൊക്കെ 3 മൊഡ്യൂൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അതായത് ലിസണിങ്, റൈറ്റിങ്, റീഡിങ് 3 മൊഡ്യൂൾ ഡിസംബർ 16, 2024 എനിക്ക് കവർ ചെയ്യാൻ പറ്റി. പിന്നീട് ഞാൻ സ്പീക്കിങ് അറ്റൻഡ് ചെയ്യാൻ കയറിയപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്നാൽ പുറത്ത് എവിടെയെങ്കിലും ക്ലാസ്സുകളൊന്ന് കൂടാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അപ്പോഴത്തെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാനൊരു 15th ഡേയിലേക്ക് ഒരു ക്ലാസ്സിന് കയറി. അങ്ങനെ അവർ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഐഡിയാസ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ സെൽഫായി പഠിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കൊരു കഴിവില്ലാത്ത ഒരു മകളാണ്, എന്നെ സഹായിക്കണം, എനിക്ക് വേണ്ടി നീ സംസാരിക്കണം, എൻ്റെ എക്സാം സമയത്ത് നീ ആയിരിക്കണം, ഈശോയും അമ്മയായിരിക്കണം എൻ്റെ ആ എക്സാം ഇതിലിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് ഭയമാണ്. എനിക്കറിയില്ല, പരിശുദ്ധ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്കിങ്ങനെ നിന്ന് സംസാരിക്കാൻ, ഇത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ഫിയർ ഇല്ലാത്ത ഒരു സ്റ്റേജിലാക്കി തന്നു അമ്മ എന്നെ. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് എക്സാമിന് പോയി. സ്പീക്കിംഗ് എക്സാം ഒരു 6th ടൈം അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. പിന്നെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി ഹോൾ ടിക്കറ്റുമായി അച്ഛൻ തന്ന കാശ് രൂപമൊക്കെയുമായി എക്സാം എഴുതാൻ പോയി. അന്ന് എനിക്ക് എക്സാം പാസ്സായി. അങ്ങനെ ഒക്ടോബർ 6th ഞാൻ B2 ഫുൾ മൊഡ്യൂൾ കവർ ചെയ്തു. അതിനുശേഷം പേപ്പർ വർക്കുകളാണ്. ഓൾറെഡി ഫുൾ മൊഡ്യൂൾ കവറായാൽ മാത്രമേ പേപ്പർ വർക്കുകൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. അത് എല്ലാവർക്കും ഒരു 8 മാസം കൊണ്ട് വന്ന ആൾക്കാരുണ്ട്, 5 മാസം അങ്ങനെയൊക്കെ വന്നവരുണ്ട്. പക്ഷേ
ഞാൻ എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞ് എനിക്കൊരു 5 മന്ത് കൊണ്ട് എൻ്റെ വിസ അപ്രൂവായി എൻ്റെ കയ്യിൽ കിട്ടിയ വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ കഴിവായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. അതുപോലെ ഈ ഫസ്റ്റ് അക്സെപ്റ്റൻസ് വെച്ചു കറക്റ്റ് 60 വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് അക്സെപ്റ്റൻസ് വന്നു. അതിനുശേഷം ഇത് കഴിയുമ്പോൾ ഒരു പ്രീ അപ്രൂവൽ എന്നും പറഞ്ഞ് നമുക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പേപ്പർ വേണം. അപ്പം ഞാൻ ഓൾറെഡി ലാസ്റ്റ് 11ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ സെക്കൻഡ് നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നു. എനിക്ക് 20th ഫെബ്രുവരി 20th എനിക്ക് ഉള്ളിൽ പ്രീ അപ്രൂവൽ എനിക്ക് വരുവാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പ്രീ അപ്രൂവൽ അല്ല 20th കിട്ടിയത്. ഓൾറെഡി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 28 വിസയ്ക്ക് ഡേറ്റ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു കാരണവശാലും പുറകിലേക്ക് ആ ഡേറ്റ് നമുക്ക് കിട്ടത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇത് മാസത്തിൽ 2 സ്ലോട്ടേ വിസയ്ക്ക് ഡേറ്റ് ഓപ്പൺ ആകത്തുള്ളൂ. അത് എങ്ങനെ എനിക്ക് വന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഫെബ്രുവരി 20th എനിക്ക് വിസയ്ക്ക് പെട്ടെന്ന് ഡേറ്റ് വിളിച്ച് പറയുവാണ്. അപ്പോൾ എനിക്ക് ആ കൂടി ടെൻഷനായി. എൻ്റെ പ്രീ അപ്രൂവൽ വരാതെ ഇതിനു മുമ്പ് വിസയ്ക്ക് വെച്ചവരുടെ എല്ലാം വിസ റിജക്റ്റായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ എന്തോ എനിക്കൊരു സമാധാനം ഇല്ലാത്ത ഒരു ഇതിലേക്കായി. എന്നാലും ഞാൻ വിശ്വസിച്ചു, എന്തായാലും സമയമുണ്ടല്ലോ, ഒരാഴ്ച ഉണ്ടല്ലോ, അതിനോടുള്ളിൽ വരും. പക്ഷേ പ്രീ അപ്രൂവലിന് വെച്ചാൽ 1 മന്തിനുള്ളിൽ പ്രീ അപ്രൂവൽ വരുന്നതാണ്. പക്ഷേ എനിക്ക് പ്രീ അപ്രൂവൽ വന്നത് 4 ഡേയ്സ് കൊണ്ടാണ് പ്രീ അപ്രൂവൽ വന്നത്. അത് കഴിഞ്ഞ് 19th ഞാനിവിടെ വന്ന് 19th ആയിട്ടും വന്നിട്ടില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയി, മാതാവേ ഇന്ന് എനിക്ക് ഇത് കറക്റ്റാക്കി തന്നില്ലെങ്കിൽ എനിക്ക് നാളെ വിസയ്ക്ക് പോയാൽ ഇത് റിജക്റ്റായി പോയാൽ അത് എനിക്ക് വിഷമമാവും, അതുകൊണ്ട് എനിക്കത് സാധിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി ചാപ്പലിലും കയറി പുറത്തിറങ്ങി പോയപ്പോൾ ആണ് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്, പ്രീ അപ്രൂവൽ അപ്രൂവ്ഡ് എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അതിനുശേഷം 20th ഞാൻ അന്ന് ഇവിടെ മാതാവ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് പേപ്പറുകളെല്ലാം മാതാവിൻ്റെ ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോയത്. 20ാം തീയതി വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിസ ഓഫീസിലിട്ട് പ്രാർത്ഥിച്ചു. വെച്ച പേപ്പറുകളിലെല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലം പേപ്പറുകളിലെല്ലാം തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ 2 പേരാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന വിസയ്ക്ക് 20ാം തീയതി സബ്മിറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ വിസ വന്നത് വെറും 8 ദിവസം കൊണ്ട് വിസ വന്നു. അവളുടേത് ഈ ലാസ്റ്റ് വന്നു അവളുടേത്. പക്ഷേ എനിക്ക് വന്നത് 8 ദിവസം കൊണ്ടാണ്. അതും ഇത് എന്ന് വെച്ചാൽ ഞാനപ്പോൾ വിസയ്ക്ക് വരുന്ന ഡേറ്റ് വെച്ച് എൻ്റെ മാതാവിൻ്റെ, ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ അവിടെ എനിക്ക് എന്തെങ്കിലും നിയോഗങ്ങളുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി മാതാവിൻ്റെ ആ ഫോട്ടോയുടെ മുമ്പിൽ വെക്കാറുണ്ട്. ഒരു ഡേറ്റ് ഇട്ട് വെക്കും ഞാൻ, ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്കത് സാധിച്ചു തരണം. അങ്ങനെയാണ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടിയിരിക്കുന്നത്. ഈ ആക്സെപ്റ്റൻസ് ആണേലും എല്ലാം അങ്ങനെ വെച്ച ഡേറ്റിനുള്ളിൽ എനിക്ക് സാധിച്ച് മാതാവ് തന്നിട്ടുണ്ട്. ഇതുപോലെ വിസയ്ക്ക് ഞാൻ വെച്ചു. എനിക്ക് മാർച്ച് 7 എനിക്ക് വിസ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാർച്ച് 6-ാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് മെയിൽ വന്നു. പിന്നെ സാറ്റർഡേയും സൺഡേയും ആയതുകൊണ്ട് മാർച്ച് 8-ാം തീയതി എനിക്ക് വിസ അപ്രൂവായി കിട്ടി. പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചു, എനിക്ക് ഈസ്റ്റർ കഴിഞ്ഞ് പോകണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ലല്ലോ, നിൻ്റെ ഇഷ്ടമല്ലേ സാധിക്കണ്ടേ, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. 27th എനിക്ക് ടിക്കറ്റ് വന്നു. ഞാൻ 27th ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ഇനിയുള്ള കാര്യങ്ങളും മാതാവ് എല്ലാം നല്ല രീതിയിൽ, അവിടെ ചെന്ന് എക്സാമുണ്ട്, എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി തൈലം, ഇപ്പം മക്കൾക്കാണേലും ഉടമ്പടി തൈലം ഞങ്ങളുടെ ഒരു മരുന്നാണ് ഉടമ്പടി തൈലം ഉപ്പ്. ഇൻ കേസ് എന്തെങ്കിലും അസ്വസ്ഥതകൾ എനിക്കോ എൻ്റെ മക്കൾക്കോ ഹസ്ബൻഡിനാണേലും വന്നാലും ഞങ്ങളതൊരു മരുന്നായിട്ടാണ് ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത്. പിന്നെ അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ ആശുപത്രി പോകാറില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം ഒത്തിരി ഒരു മരുന്നായി ഉപയോഗിക്കുന്നു, ഉപ്പും അതുപോലെ തന്നെ. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സഹായം ചോദിച്ച് വരുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങി ബസ് സ്റ്റോപ്പുകളിലും പൊതുവായ സ്ഥലങ്ങളിലും ഒക്കെ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ പള്ളിയിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ 11ാമത്തെ പുതുക്കാണ്. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പുകളിൽ പൊതുവായ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ അനാഥ മന്ദിരത്തിൽ, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു അനാഥ മന്ദിരത്തിൽ ഫുഡിനുള്ള പൈസയൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ കൊടുക്കാറുണ്ട്.
നടക്കാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ കാരണപ്രവൃത്തികൾ. പിന്നെ പറ്റുമ്പോഴൊക്കെ പിള്ളേർ തന്നെയൊക്കെ ആയതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോയി കുർബാന കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനം കൂടുമ്പോഴാണെങ്കിലും എന്ത് നമുക്കൊരു വേദനയോടുകൂടി ഉടമ്പടി ധ്യാനമാണെങ്കിലും കൂടുമ്പോൾ, അതുപോലെ രാവിലത്തെ ഡെയിലി ബ്രെഡ് അന്നത്തെ ദിവസം രാവിലെ അത് കൂടി അങ്ങ് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്നത് പോലെയാണ്. അത് എങ്ങനെ എനിക്ക് പ്രകടിപ്പിക്കണമെന്ന് അറിയത്തില്ല. നല്ലൊരു ആശ്വാസം, എന്തിനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ എനിക്ക് എന്തോന്നറിയില്ല, ഒരു പോസിറ്റീവ് റിപ്ലൈ എപ്പോഴും ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പിന്നെ രോഗസൗഖ്യമാണെങ്കിലും എനിക്ക് ഇങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് ഒത്തിരി സൗഖ്യം കിട്ടി. പിന്നെ അതുപോലെ ജപമാല റാലിയിൽ നന്നായി പങ്കെടുക്കാൻ സാധിച്ചു. മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രുതി. ഞാൻ അങ്കമാലി സെൻറ്റ് ജോർജ് ബസിലിക്ക ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഞാനൊരു നഴ്സാണ്. ഞാനൊരു നഴ്സാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഹെഡ്ലൈൻ എനിക്ക് തന്നത് അമ്മ മാതാവും ഈശോയും കൂടെ തന്നെയാണെന്ന് ഞാൻ 100% ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം 18 വയസ്സിൽ ഞാൻ വിവാഹിതയായി. ഒരു നഴ്സാവണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞോടുകൂടി ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം ഞാൻ അവിടെ വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഒരു നീണ്ട 13 വർഷത്തിന് ശേഷം എൻ്റെ അനിയത്തി വഴിയായിട്ട് നിനക്ക് നഴ്സിംഗ് ഇഷ്ടമായിരുന്നല്ലോ, നഴ്സിംഗ് ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് അവൾ പറഞ്ഞത് കേട്ട് നഴ്സിംഗ് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്കും നഴ്സിംഗൊക്കെ തുടങ്ങി 1 മാസമൊക്കെ കഴിഞ്ഞു. ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. എറണാകുളം വരെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ അഡ്മിഷൻ കിട്ടുമെന്ന് ശ്രമിച്ചു, കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് എടപ്പള്ളിയിൽ ഒരു സിസ്റ്റർ വഴിയായിട്ട് മരടിൽ PS മിഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. 13 വർഷത്തെ ഗ്യാപ്പുള്ളത് കൊണ്ടും ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പിന്നെ അന്നത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രെസ്ഫുള്ളായിരുന്നു. എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞത്, വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പഠിക്കുന്നത്. പൈസയുടെ കാര്യത്തിലായാലും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സപ്ലി പോലും ഇല്ലാതെ മാതാവ് എന്നെ നീ ജയിപ്പിച്ചേക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അമ്മ മാതാവും ഈശോയും ഒരു സപ്ലി പോലും ഇല്ലാണ്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ 35ാമത്തെ വയസ്സിൽ എനിക്ക് നേഴ്സാവാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നു. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യം. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു. ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ തുടങ്ങി ഒരു 4 വർഷത്തോളം എനിക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു. കാലുവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പുറ്റിയുടെ മുകളിലത്തെ എല്ലാം ഒടിഞ്ഞു പോകുന്നൊരു വേദനയായിരുന്നു എനിക്ക്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. ഒരു 10 മിനിറ്റ് പോലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു വേദനയായിരുന്നു. ഞാൻ മെഡിസിനൊന്നും എടുത്തിട്ടില്ല, ഡോക്ടേഴ്സിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്താണ് അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇതിനു മുന്നേ റാലിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ആ റാലിക്ക് കൂടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടൊരു കൊന്ത ഉണ്ടാകുമായിരുന്നു. റാലിയുടെ തലേ ദിവസം ഈ കൊന്ത നഷ്ടപ്പെട്ടു. എന്നിട്ടും ഞാൻ വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ വരും എന്നുള്ള ഉറച്ച വാശിയിലൂടെ ഞാൻ റാലിക്ക് വന്നു. റാലിക്ക് ഇവിടെ വന്ന് ബസ് ഇറങ്ങി ഒരു 2 അടി വെച്ചപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കാലുവേദന തുടങ്ങി. ഞാൻ നേരെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ എൻ്റെ കൊന്ത നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പകുതി ജീവൻ ഇപ്പം തന്നെ എനിക്കില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടു നടന്ന കൊന്ത എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ റാലിയും കൂടെ എനിക്ക് നീ പൂർത്തിയാക്കാണ്ട് എൻ്റെ അടുത്ത് ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് റാലിയിൽ എന്തായാലും പൂർത്തിയാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ റാലിക്ക് ഇറങ്ങി. ആ ഒരു വേദന ഈ നിമിഷം വരെ എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. അതിന് അമ്മ മാതാവിനും ഈശോയോടും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയാനായിട്ട്, എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഫുള്ളും പ്രൈവറ്റ് പാർട്സിൽ, ബ്രസ്റ്റിൻ്റെ അവിടെ, കക്ഷത്തിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു. ഞാനൊരു 3 മാസത്തോളം പല ഡോക്ടേഴ്സിനെ കണ്ടു, പല മെഡിസിൻസ് കഴിച്ചു. എനിക്ക് 3 മാസം കണ്ടിന്യൂസ് എനിക്കൊന്നും ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മാറാതിരുന്ന ഒരു ദിവസം രാത്രി കലശലായിരുന്നു എനിക്ക് ചൊറിച്ചിൽ.
ഞാൻ രാത്രി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാനൊരു ചൂടുവെള്ളത്തിൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് അതിലൊരു 3 തുള്ളി ഉടമ്പടി തൈലം ഒഴിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുളിച്ചു. ആ ഒരു കുളിയോടുകൂടി എനിക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചു. പിന്നീട് എൻ്റെ അലർജി എപ്പം മാറിപ്പോയി, എങ്ങനെ മാറിപ്പോയി എന്നൊന്നും എനിക്കറിയില്ല. ഒരു മെഡിസിനും ഞാൻ എടുത്തിട്ടില്ല. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ വീട്ടിൽ സ്വർണം കാണാതെയായിരുന്നു, എൻ്റെ അനീതിയുടെ സ്വർണം. എവിടെ പോയിന്ന് ആർക്കും ഒരു പിടിയില്ല, എങ്ങനെ പോയിന്ന് പിടിയില്ല. ഞാൻ എന്നിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, മതിലിൻ്റെ സൈഡിൽ, അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലൊരു മതിലുണ്ട്, ആ മതിലിൻ്റെ അപ്പുറത്തൊരു പറമ്പാണ്, അവിടെ പോയി നോക്കുക എന്നിങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ സ്വർണ്ണമാണ്, അവൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്, വെക്കേഷന് വേണ്ടി വീട്ടിൽ വന്നതാണ്. എൻ്റെ കയ്യിൽ നിന്നായിട്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം തന്നെയായിരുന്നു. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എനിക്ക് അത് മാതാവ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിക്കുകയായിരുന്നു, നീ അവിടെ പോയി നോക്കുക എന്ന്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് മാതാവും ഈശോയും വഴി കിട്ടിക്കുന്ന സാക്ഷ്യങ്ങൾ. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിതരണം ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പത്രം വിതരണം ചെയ്യണമല്ലോ എന്നുള്ളൊരു വിചാരത്തോടു കൂടി സ്കൂളിൽ പഠിക്കും പിള്ളേരുടെ കയ്യിലൊക്കെ ഞാൻ കൊടുത്തു വിടായിരുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്, അവരുടെ കയ്യിൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സിനും കൂട്ടുകാർക്കും കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു വിടാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പത്രം ഇങ്ങനെയല്ല കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. പിന്നത്തെ മാസങ്ങളിൽ ഞാൻ പത്രം വാങ്ങിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ വചനങ്ങൾ എഴുതി ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ആ ഏരിയയിൽ ഞാൻ കൊടുക്കത്തില്ല. കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ചിലപ്പോൾ വെയിലത്തൊക്കെ നടന്ന് ഞാൻ പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പലവരും എന്നെ വിളിച്ചിരുത്തി ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ഇതുള്ളതാണോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്തൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഞാൻ അവരുടെ അടുത്ത് ചിലപ്പോൾ 10-15 മിനിറ്റ് വെയിലത്ത് നിന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലി ആയിട്ടില്ല എങ്കിൽ പോലും എൻ്റെ മുന്നിൽ ഒരാൾ എന്തെങ്കിലും ചിലപ്പോൾ പൈസയായിട്ടായിരിക്കില്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ടായിരിക്കും, എന്തെങ്കിലും അങ്ങനെ എൻ്റെ മുന്നിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ വെറും കൈയോടെ ഞാൻ പറഞ്ഞു വിടാറില്ല. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പഠിക്കുന്ന സമയത്തായാലും എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. മറ്റുള്ളവർ ഇപ്പോൾ നഴ്സിംഗ് പഠിച്ച സമയത്താണെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ ഹോസ്പിറ്റലിൽ പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഒരു വീട്ടുകാരുടെ അടുത്ത് ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് കെയറിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഫഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതേ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ അവരോട് ഞാൻ പെരുമാറാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി പള്ളി പോവാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം പള്ളി പോകാറുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയേ പിന്നെ ഈ 2025 ഉടമ്പടി പുതുക്കിയേ പിന്നെ എല്ലാ ദിവസവും പള്ളി പോകണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ഒരു ദിവസം പോലും കുർബാന മുടക്കാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഡെയിലി പ്രാർത്ഥന ചൊല്ലും, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്, വാട്സപ്പിലും അല്ലാണ്ടും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി ബൈബിൾ വായിക്കും. അത് അരമണിക്കൂറൊന്നുമില്ല, എനിക്ക് എപ്പോഴൊക്കെ ബൈബിൾ വായിക്കാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ എനിക്ക് ആദ്യമൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ അടുത്തൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. ഭയങ്കര ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്താ എന്നോട് മിണ്ടാത്തതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ അവരുടെ വഴക്കൊക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ ഈശോയോടും മാതാവിനോടും കൂടെയാണ്. എനിക്കിപ്പോൾ സ്ഥിരം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ല. പക്ഷെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ സംസാരിക്കുന്നത് മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്താണ്. ഒരു ദിവസം പോലും അവരുടെ അടുത്ത് സംസാരിക്കാണ്ടോ ഞാൻ കിടന്നുറങ്ങാറില്ല. ഈശോയെ എന്നോട് പറയുന്നതും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ അത് ഉച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ആയിരിക്കും. ഈശോയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അത് ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. മുമ്പോട്ടുമുള്ള ജീവിതവും ഉടമ്പടി പ്രകാരം വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ മുന്നോട്ട് എൻ്റെ മരണം വരെ ഞാൻ ജീവിക്കുമെന്നും ഞാൻ ഈശോയ്ക്ക് ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഞാനിവിടെ സമർപ്പിക്കുന്നു.